എല്ലാവർക്കും നമസ്കാരം. ഈയൊരു വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഈ ഒരു ചാനലിൽ വന്ന നിങ്ങളുടെ കമൻറ്റുകൾ, മെസ്സേജുകൾ, വോയിസ് നോട്ടുകൾ ഇവയാണ് ഈയൊരു വീഡിയോയുടെ പിന്നിലെ ശക്തി. ഇറ്റലി കെയർ ഗീവർ ജോബ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയുമോ? 80 വയസ്സിന് മുകളിലുള്ള ആളുകളെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? നൈറ്റ് ഡ്യൂട്ടി എങ്ങനെയായിരിക്കും? ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയാതെ സർവൈവ് ചെയ്യാമോ? ഈ ചോദ്യങ്ങളൊന്നും ഞാൻ വെറുതെ വായിച്ചിട്ട് വിടാറില്ല. ഇതെല്ലാം സീരിയസ് ആയിട്ട് തന്നെ ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളൊരു സാധാരണ വീഡിയോ ആയിട്ട് മാത്രം കണക്കാക്കണ്ട. ഇതൊരു കംപ്ലീറ്റ് ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള ഗൈഡിങ് തന്നെയാണ്. ഹായ് ഓൾ, ഞാൻ അഖില ടിബിൻ. ഇറ്റലി റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും അറിയുന്നതിനും ഒപ്പം തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജും അടങ്ങിയ കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ തുടർന്നും ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇറ്റലിയിൽ കെയർ ഗീവറായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇതിനകം വന്നിട്ടും സ്ട്രഗിൾ ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ചിലർക്ക് ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഈ ഒരു ജോലി അത്ര ഈസി അല്ല. നിങ്ങൾക്ക് പേഷ്യൻസ് വേണം, മെൻ്റൽ സ്ട്രെങ്ത് വേണം, സാക്രിഫൈസും വേണം. പക്ഷെ റെസ്പെക്റ്റ് കിട്ടും, സ്റ്റെബിലിറ്റിയും കിട്ടും. ഒപ്പം നിങ്ങളുടെ മുമ്പോട്ടുള്ള ഒരു ജീവിതം മാറ്റാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. ഇറ്റലിയിൽ 80 വയസ്സിന് മുകളിലുള്ള ആളുകളെ കെയർ ചെയ്യുന്നത് ഇതൊരു ജോലി മാത്രമായിട്ടല്ല, ഇതൊരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഈ പറയുന്ന 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ അവർ കുട്ടികളെ പോലെ തന്നെ ആകും. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവർ സ്ലോലി ഡിക്ലൈൻ ആകുന്നു. ഇനി നിങ്ങൾ ഇറ്റലിയിൽ എത്തിയ ശേഷം ഇവിടെ കാണാൻ പോകുന്നത് നടക്കാൻ പറ്റാത്ത ആളുകൾ, ബെഡ് റിഡനായ പേഷ്യൻസ്, ഓരോ ചോദ്യവും വീണ്ടും വീണ്ടും ചോദിക്കുന്നവർ, ചിലപ്പോൾ തിരിച്ചറിയാൻ വയ്യാത്തവർ. ഡിമെൻഷ്യ ഇത് വളരെ കോമൺ ആണ്. അവർ നിങ്ങളോട് ചോദിക്കും, നീ ശരിക്കും ആരാണ്? എൻ്റെ അമ്മയാണോ? ചിലപ്പോൾ ചോദിച്ചേക്കാം, എൻ്റെ അമ്മ എന്തിയേ? ഈ പറയുന്ന അമ്മ പല വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോയിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? ആർഗ്യൂ ചെയ്യരുത്, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പതിയെ സാവകാശം റിലാക്സ് ആയിട്ട് അവരോട് സംസാരിക്കുക. ശരിക്കും കെയർ ഗീവർ എന്നത് അതൊരു സ്കില്ല് മാത്രമല്ല, നല്ലൊരു മനസ്സിനുടമ കൂടിയാവണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചാനലിലേക്കും നമ്മളുടെ ഇൻസ്റ്റാ പേജ് മുഖേനയൊക്കെ പലരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: ഇറ്റലിയിൽ കെയർ ഗീവറായിട്ട് സർവൈവ് ചെയ്യാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് ആവശ്യമാണോ? ഇറ്റാലിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലൈഫ് ലൈൻ തന്നെയാണ്. പല പ്രായമുള്ള ആളുകൾക്കും ഇവിടെ ഇംഗ്ലീഷൊന്നും അറിയില്ല. അവർ ഇറ്റാലിയൻ മാത്രമേ സംസാരിക്കൂ. നിങ്ങളിപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യൂ, രാത്രി 2 മണിക്ക് പേഷ്യൻ്റ് നിങ്ങളെ വിളിക്കുന്നു. അവർ പറയുന്നു, "ഓ ഡൊളോറെ, എനിക്ക് വേദനയുണ്ട്." ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും അത് ഡേഞ്ചർ അല്ലേ? ഇവിടെ നിങ്ങൾ കുറഞ്ഞത് കുറച്ച് ഇറ്റാലിയൻ ബേസിക് ഫ്രേസ് എങ്കിലും പഠിച്ചിരിക്കണം. അതിനുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ നമ്മളുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളത് കണ്ടു നോക്കുക. ഓരോ പാർട്ടുകളായിട്ട് ഓരോ വീഡിയോകളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ പുതുതായിട്ടൊരു പ്ലേലിസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ പാർട്ടുകളും ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനിയും വൈകിട്ടില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഇറ്റാലിയൻ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ലൈഫ് സ്ട്രെസ്സായിരിക്കും. കിട്ടിയ ജോലി അടക്കം പോവാനും ചാൻസ് ഉണ്ട്. അതുപോലെ പുതിയ ജോലികൾ കണ്ടെത്താനും ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതേസമയം നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് കൈവശമുണ്ടെങ്കിൽ റെസ്പെക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സാലറി ലെവലിലും മാറ്റം ഉണ്ടായിരിക്കും. ഒപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, ഇറ്റലിയിൽ എല്ലാ വീടുകളും ഒരുപോലെയല്ല. ഇവിടെ ഓരോ സ്ഥലങ്ങളുടെ ഡിഫറൻസ് അനുസരിച്ചും മാറ്റങ്ങൾ ഉണ്ടാവാം. നമുക്കിപ്പോൾ നോർത്ത് ഇറ്റലിയിലേക്ക് നോക്കാം. ഇവിടെ കൂടുതൽ ഡിസിപ്ലിനാണ്, കൂടുതൽ സാലറി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ലോഡും ഉണ്ടാകും. ഇനി നമുക്ക് സൗത്ത് ഇറ്റലിയിലേക്ക് വരാം. ഇവിടെ ഫാമിലി നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, സാലറി അല്പം കുറവായിരിക്കും. അതിനനുസരിച്ച് വർക്കും കുറച്ച് ഈസി ആയിരിക്കും.
ഇനി നമുക്ക് ഇവിടെ തന്നെയുള്ള സിറ്റി ലൈഫുകളിലേക്കും കൂടി ഒന്ന് നോക്കാം. ഫാസ്റ്റ് ലൈഫായിരിക്കും, കൂടുതൽ ജോലിയും ഉണ്ടാകും. ഇനി നമുക്ക് ഇവിടുത്തെ വില്ലേജുകളിലേക്ക് കൂടി നോക്കാം. താരതമ്യേന ഒരു സ്ലോ ലൈഫാണ് ഇവിടുത്തെ വില്ലേജുകളിൽ. പിന്നെ സമാധാനപരമായും റിലാക്സുമായ ഒരു അന്തരീക്ഷം. ഇനി ഇവിടെ ഓരോ വീടുകളിലും റൂൾസുകൾ വ്യത്യാസപ്പെട്ടിരിക്കാം. അതിനനുസരിച്ച് നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇനി ഇവിടുത്തെ സാലറി, കെയർ ഗീവർ ജോബിൻ്റെ സാലറി എന്നത് പല ഘടകങ്ങളനുസരിച്ച് മാറാം. നിങ്ങളുടെ എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ, ലൊക്കേഷൻ. അപ്പോൾ ഇതിനനുസരിച്ചുള്ള സാലറികളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ സാലറി ലെവലുകൾ നിങ്ങൾക്കതിൽ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി ഈ പറയുന്ന ജോലികൾക്ക് നിങ്ങൾക്ക് ഭക്ഷണവും താമസവും ഫ്രീ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടികൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റും ഉണ്ടാകും. ഇനി ഇതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കണമെന്നില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റലിയിലെ ഒരു കെയർ ഗീവർ ജോലി. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയുടെ ഫുൾ ഡേ റുട്ടീനാണ്. ഇത് രാവിലെ സാധാരണയായിട്ട് ഒരു 6:30 മുതൽ 7 മണിക്ക് മോർണിംഗ് റുട്ടീന് ആരംഭിക്കുന്നു. ആദ്യം കെയർ ഗീവർ എന്ത് ചെയ്യും എന്നാണെങ്കിൽ, ആളെ സാവധാനത്തിൽ ഉണർത്തുക, സഡനായിട്ട് ഉണർത്താൻ പാടില്ല. അതിനുശേഷം മുഖം ഒന്ന് കഴുകാൻ സഹായിക്കുക, പല്ല് തേക്കാനും സഹായിക്കാം. ഇനി ഇവരുടെ ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ബെഡിൽ നിന്ന് സ്ലോലി എണീപ്പിക്കുക. ശേഷം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക. ഇറ്റലിയിൽ സാധാരണയായിട്ട് ഒരു കോഫി, അതിനൊപ്പം ബിസ്കോത്തി, ചിലപ്പോൾ ബ്രിയോഷ്, ഇതല്ലെങ്കിൽ യോഗുർത്ത്, ഇങ്ങനെ ലഘുവായിട്ടാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അതിനുശേഷം ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനു മുൻപും മെഡിസിൻ ഉണ്ടാകും. അത് അവരുടെ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് കൃത്യ ടൈം അനുസരിച്ച് കൊടുത്തിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ചെറിയ നടത്തം, ഇത് ഡോക്ടർ അനുവദിച്ചാൽ. ഇനി നമുക്ക് ആഫ്റ്റർനൂൺ റുട്ടീൻ നോക്കാം. ഉച്ചയാകുമ്പോൾ കെയർ ഗീവർ കിച്ചണിൽ ബിസി ആയിരിക്കും. ലഞ്ച് തയ്യാറാക്കാനുണ്ടാവും. ചില സമയങ്ങളിൽ പാസ്ത ആയിരിക്കും, ചിലപ്പോൾ സൂപ്പ്, ഇനി അതല്ലെങ്കിൽ റിസോട്ടോ. ഇനി ഇവ പാകം ചെയ്തതിന് ശേഷം പ്രായമുള്ളയാളെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുക. ചിലർക്ക് സ്പൂൺ ഫീഡിങ്ങും ആവശ്യമായിട്ട് വരും. ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ വീണ്ടും ചെക്ക് ചെയ്യുക. അതിനുശേഷം റെസ്റ്റിംഗ് ടൈമാണ്. ഈ സമയത്ത് കെയർ ഗീവറിന് ഹൗസ് ക്ലീനിങ്, ക്ലോത്ത് വാഷിങ്, അയണിങ് ഇതെല്ലാം ചെയ്യാം. ഒപ്പം നിങ്ങൾക്കും കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇനി അതല്ലെങ്കിൽ പ്രായമുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാം. അവരുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. ഇനി നമുക്ക് ഈവനിങ് റുട്ടീനിലേക്ക് വരാം. വൈകുന്നേരം സാധാരണയായിട്ട് റിലാക്സ് ആയിട്ടായിരിക്കും. ഈ ഒരു സമയത്ത് ഒരു ടീയും അതിനൊപ്പം ലൈറ്റായിട്ടുള്ള സ്നാക്കുകളും ആയിരിക്കും. ഇനി വെയിലൊക്കെയുള്ള ഒരു കാലാവസ്ഥയിലാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഇറങ്ങി നടക്കുക. പിന്നെ അവരെ പൊൽത്രോണയിലൊക്കെ ഒന്ന് ഇരുത്തി TV കാണാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഫോണിൽ വിളിക്കാനൊക്കെ സഹായിക്കുന്നു. ഈ ഒരു സമയത്ത് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നൈറ്റ് റൂട്ടീനിലേക്ക് പോകാം. രാത്രി ആകുമ്പോൾ ഡിന്നർ തയ്യാറാക്കുന്നു. ഡിന്നർ ലൈറ്റായിട്ടായിരിക്കും. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പ്, സാലഡ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഡിന്നർ കഴിഞ്ഞ് നൈറ്റ് മെഡിസിൻ ഉണ്ടാകും, അത് കൊടുക്കുക കൃത്യമായി തന്നെ. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു മസാജിങ് ആവാം. ശേഷം ബാത്റൂമിൽ പോകാനായിട്ട് സഹായിക്കുന്നു. അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നു. അവരെ നൈറ്റ് ഡ്രസ്സിൽ ഇടിയിപ്പിക്കുന്നു. ശേഷം കംഫർട്ടബിൾ ആയിട്ട് ബെഡിൽ കിടത്തും. പിന്നീട് ബ്ലാങ്കറ്റ് സെറ്റ് ചെയ്യുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് അവരുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഒപ്പം ഒരു എമർജൻസി അലേർട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ആദ്യമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഇത് തന്നെയായിരിക്കാം. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങാം എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് സാധാരണയായിട്ട് പലതവണ ബാത്റൂമിൽ പോകേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ ഇവരിൽ കൂടുതൽ പേർക്കും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. ചിലർക്ക് രാത്രി പേടി തോന്നാം. ചിലർ രാത്രി ഫുള്ള് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇടയ്ക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെ വിളിച്ചു കൂവിക്കൊണ്ടും ഇരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പ്,
അത് എപ്പോഴും കിട്ടണമെന്നില്ല. ചെറിയൊരു സൗണ്ട് കേട്ടാലും നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. പേഷ്യൻ്റ് വീഴാതെ നോക്കണം. ഇനി ചില ദിവസങ്ങളിൽ ഒരു 3-4 തവണ വരെ എഴുന്നേൽക്കേണ്ടതായിട്ടൊക്കെ വരാം. ഇനി ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ബെഡിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫിസിക്കലിയും മെൻ്റലിയും സ്ട്രെസ്സുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് പേഷ്യൻസ്, കെയർ, റെസ്പെക്റ്റ് ഇവയില്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇനി ചില പ്രായമുള്ള ആളുകൾക്ക് ഡിമെൻഷ്യയുടെ പ്രശ്നങ്ങളുണ്ടാവാം. അവർക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു കെയർ ഗീവർ ശാന്തനായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരിക്കലും ദേഷ്യം കാണിക്കരുത്. നിങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടികൾ ചിലപ്പോൾ ഉറക്കമില്ലാത്തതായിരിക്കാം. അതുകൊണ്ട് തന്നെ ടയേർഡായിട്ടുള്ള മോർണിംഗുകളുമായിരിക്കാം. എന്നാൽ ഇവിടുത്തെ കെയർ ഗീവർ ജോബിൽ ഇതൊരു പാർട്ടാണ്. ഇറ്റലിയിൽ നിങ്ങൾ ഇങ്ങനെയൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രം മതിയാവില്ല. ഇവിടെ ഒരു നല്ലൊരു മെൻ്റൽ സ്ട്രെങ്താണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഹോം സിക്നെസ്, ലോൺലിനെസ്, സ്ട്രെസ്സ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സർവൈവ് ചെയ്യാൻ ഫാമിലി കോണ്ടാക്റ്റ്, സെൽഫ് മോട്ടിവേഷന്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. കെയർ ഗീവർ എന്നത് ഒരു സ്ട്രോങ് പേഴ്സൺ തന്നെയാണ്. ഇനി ഇവിടെ ഉണ്ടാവുന്ന റിയൽ ലൈഫ് ചലഞ്ചസ് എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫാമിലി അത് ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കാം. ഇനി നിങ്ങൾക്ക് റെസ്പെക്റ്റ് കുറവായിരിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെ ഓവർ വർക്കും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സമാധാനപരമായി തന്നെ ഹാൻഡിൽ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇംപ്രൂവ് ചെയ്യുക. പതിയെ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും. ഇനി ഇറ്റലി കെയർ ഗീവർ ജോബ് അത് നേടുന്നതിന് വിസ, ഏജൻസി റെഫറൻസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏതൊക്കെ സമയങ്ങളിലാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലുള്ള മുൻപുള്ള വീഡിയോകൾ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ മുഴുവൻ കാര്യങ്ങളും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട. ഒരു എൽഡർലി പേഴ്സൺ അവരുടെ അവസാന ഘട്ടത്തിൽ നിങ്ങളാണ് അവരുടെ സപ്പോർട്ട്, നിങ്ങളാണ് അവരുടെ കൊമ്പാനിയൻ. ഇതൊരു ജോലി മാത്രമല്ല, ഇത് ശരിക്കൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്കൊരു വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേടിയില്ലാതെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കത് സാധിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാzie, arrivederci.